نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بلى من أوفى بعهده واتقى فإن الله يحب المتقين. പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടെ ഇവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 76-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാരത്രിക വിജയത്തിന്റെ മാനദണ്ഡമായി വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഘടകം ആ മനുഷ്യൻ ഇഹലോകത്ത് വച്ച് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ കയറി പറ്റാൻ സാധിക്കുക എന്നതാണ് ഒരാളുടെ പാരത്രിക വിജയത്തിന്റെ ആത്യന്തികമായ ഘടകം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ഇഷ്ടം എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുക എന്ന് വിശദീകരിക്കുന്ന ഒട്ടേറെ പ്രവാചക വചനങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഘടകം നമ്മൾ ഏറെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി കാണേണ്ടതാണ്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ നമുക്കും ഉൾപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ ഏതാണ് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കണമെങ്കിൽ, നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങൾ മിനിമം ചെയ്യേണ്ട, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഐച്ഛികമായ കാര്യങ്ങൾ ജീവിതത്തിൽ പതിവായി കൊണ്ടു നടക്കാൻ ശ്രമിക്കണം എന്നാണ്. ഇതാണ് ഒന്നാമത്തത്. നിർബന്ധ കാര്യങ്ങൾക്ക് അപ്പുറമായി പുണ്യകരമായ നന്മകൾ, ഐച്ഛികമായ ഇബാദത്തുകൾ ജീവിതത്തിന്റെ ഒരു ശീലമായി, പതിവ് ശീലമായി കൊണ്ടു നടക്കാൻ കഴിയുന്നുവെങ്കിൽ അയാളെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന വൈൻ കല്ല. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ചിലപ്പോൾ അതിന്റെ എണ്ണവും വലിപ്പവും ഒക്കെ ചെറുതും കുറവുമായിരിക്കും. പക്ഷെ നിങ്ങൾ പതിവായി ചെയ്യുന്നുവെങ്കിൽ, ആ പതിവായി ചെയ്യുന്നു എന്ന പേരിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനർത്ഥം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലമായി കൊണ്ട് നടക്കേണ്ട ചില സംഗതികളുണ്ട്. ആ സംഗതികൾ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ശരിയും പതിവാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പറഞ്ഞ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ വരുന്ന മാറ്റം എന്താണെന്നറിയോ? ഇസ്തഅമലഹു അലൽ ഔഖാത്തിൽ ഫാദില ബിൽ അഅമാലിൽ ഫാദില. നല്ല നല്ല അമലുകൾ ചെയ്യാൻ, നല്ല നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കുന്ന. അപ്പൊ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിലൊരു അടയാളം എന്താണെന്നറിയോ? നല്ല നല്ല സമയങ്ങളും സന്ദർഭങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് അതിന്റെ അടയാളം എന്നതാണ്. അപ്പൊ രണ്ടാമത്തെ സംഗതി അതാണ്. ഏത്? ഏറ്റവും നല്ല അവസരങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹു നമ്മെ കാണുക എന്നുള്ളതാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത്തരം സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട മൂന്ന് സംഗതികൾ. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ സംഗതി ഉണ്ട്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ചില ഐച്ഛികമായ ഇബാദത്തുകൾ നമ്മൾ പതിവായി ശീലമായി കൊണ്ടു നടക്കേണ്ടതുണ്ടെന്ന്. അതില് എല്ലാ പണ്ഡിതന്മാരും വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ രണ്ട് ഐച്ഛികമായ കർമ്മങ്ങളാണ്. ഒന്ന്, രാത്രി നമസ്കാരം. നമുക്കറിയാം രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു ഖുതുബയിൽ തന്നെ വിശദീകരിക്കാതെ തന്നെ നമുക്ക് അതിന്റെ പ്രാധാന്യം അറിയാവുന്നതാണ്. ഇശാ നമസ്കാരങ്ങൾക്ക് ശേഷം സുബഹിക്ക് മുമ്പ് വരെയുള്ള സമയങ്ങൾ നിർവഹിക്കുന്ന നിസ്കാരം, തഹജ്ജുദെന്നും ഖിയാമുൽ ലൈലും ഖിയാമുർ റമളാനും തറാവീഹും വിത്റും എന്നൊക്കെ പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ രാത്രി നമസ്കാരമാണ് നമ്മൾ ശീലമാക്കേണ്ട, പതിവായി കൊണ്ടു നടക്കേണ്ട ഒരു ഐച്ഛികമായ ഇബാദത്ത്. ഞാൻ അത് ഐച്ഛികം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പ്രാധാന്യം എന്താ മനസ്സിലാക്കേണ്ടത്? 5 വഖത്ത് നമസ്കാരങ്ങൾ നമുക്ക് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് കൽപ്പിക്കപ്പെട്ട നമസ്കാരം രാത്രി നമസ്കാരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഫർദ് നമസ്കാരങ്ങൾ നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നമ്മോട് കൽപ്പിക്കപ്പെട്ട, നിർവഹിക്കാൻ പറഞ്ഞ നമസ്കാരം രാത്രി നമസ്കാരമായിരുന്നു.
ആദ്യം നബിയോട് കൽപ്പിക്കപ്പെട്ടു, നബിക്ക് നിർബന്ധമാക്കപ്പെട്ടു രാത്രി നിസ്കാരം. അതിനുശേഷമാണ് പിന്നീട് ഫർള് നമസ്കാരങ്ങളൊക്കെ നിർബന്ധ കൽപ്പനയായി കടന്നു വരുന്നതെന്ന് അർത്ഥം. നോക്കൂ, വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീദത്തി സ്വലാത്തുൽ ലൈൽ. ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും അഫ്ളലായ നിസ്കാരം അത് രാത്രി നമസ്കാരമാണ്. മറ്റൊരു നബി പറഞ്ഞു, അലൈക്കും ബിൽ ഖിയാമുൽ ലൈൽ. നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കണം, ശീലമാക്കണം. എന്താ കാരണം? ഫഇന്നഹു ദഅബു സ്വാലിഹീന മിൻ ഖബ്ലിക്കും. നിങ്ങളുടെ പൂർവികരായ പ്രവാചകന്മാരുടെയും മഹത്തുക്കളുടെയും ജീവിതത്തിൽ ഒരു ശീലമായിരുന്നു രാത്രി നമസ്കാരം എന്നുള്ളത്. നോക്കൂ, പ്രവാചകന്മാരുടെ ശീലം, സഹാബത്തിന്റെ ശീലം, അങ്ങനെ നമ്മുടെ മുൻഗാമികളുടെ പതിവ് ആയിരുന്നു രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. എന്റെ നബി പറയാണ്, ആ രാത്രി നമസ്കാരം മുഖേന നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ അടുക്കുവാനും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാനും അത് ഉപകരിക്കുമെന്നാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ അതിനുള്ള വഴി എന്താണ്? രാത്രി നമസ്കാരം ശീലമാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അയ്യുഹന്നാസ്, ജനങ്ങളെ, സൊല്ലു വന്നാസു നിയാം, ജനങ്ങളെല്ലാം സുഖമായി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൂ. തദ്ഖുലുൽ ജന്നത ബിസ്സലാം. അങ്ങനെയാണെങ്കിൽ ആ രാത്രി നമസ്കാരം കൊണ്ട് നിങ്ങളെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന. അപ്പൊ സ്വർഗപ്രവേശനത്തെ നബി ചേർത്ത് പറഞ്ഞത് എന്താ? രാത്രി നിസ്കാരം ശീലമാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ശരി നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പതിവായി കൊണ്ടു നടക്കേണ്ട, ശീലമാക്കേണ്ട ഒരു ഐച്ഛികമായ ഇബാദത്താണ് രാത്രി നമസ്കാരം എന്നുള്ളത്. അതിന് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ഖുർആൻ ഹദീസും പറയുന്നു. ഖുർആൻ പറഞ്ഞ ഒരു ഭൗതിക നേട്ടം എന്താണെന്നോ, ഇന്ന നാശിയത്തെ ലൈലി ഹിയ അശദ്ദു വഅഖ്വ മുഖീന. രാത്രി നമസ്കാരം നിർവഹിക്കുക വഴി അല്ലെങ്കിൽ രാത്രി നമസ്കാരം പതിവാക്കുക വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താണ്? നിങ്ങൾ ഹൃദയ സാന്നിധ്യം കിട്ടും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് കരുത്ത് കിട്ടും. ഏത് കാര്യങ്ങളും തരണം ചെയ്യുവാനുള്ള മാനസികമായ കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രാത്രി നമസ്കാരം ശീലമാക്കുന്ന മനുഷ്യനെ ലഭിക്കുമെന്നുള്ളതാണ്. നോക്കും, ദൃഢത, മാനസികമായ ദൃഢത, മാനസികമായ കരുത്ത്, മനക്കരുത്ത്, ഇതെല്ലാം ലഭിക്കും ആർക്കും? രാത്രി നമസ്കാരം ശീലമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കേണ്ട ഒരു കാര്യം എന്താണ്? രാത്രി നമസ്കാരമാണെന്നർത്ഥം. മറ്റൊന്ന് നമ്മൾ ശീലമാക്കേണ്ടത് ഐച്ഛികമായ നോമ്പുകളാണ്, സുന്നത്ത് നോമ്പുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ വാചകം മതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പുകളെ കുറിച്ച് എന്താ പറഞ്ഞിരുവോ? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ 70 വർഷം അകലത്തിലേക്ക് നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ അകറ്റുന്ന. നോക്കിയത് ഫർദ് നോമ്പിനെ കുറിച്ചിട്ടല്ല, സുന്നത്ത് നോമ്പിനെ കുറിച്ചിട്ടാണ്. ഒരു ദിവസം ഒരു സുന്നത്ത് നോമ്പ് അയാൾ അനുഷ്ഠിച്ചാൽ 70 വർഷം എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ അകറ്റുന്നത്. നമുക്ക് ആ പണ്ഡിതന്മാര് അതിന് നൽകിയ വിശദീകരണം നമുക്ക് വലിയ അത്ഭുതമാണ്. അവർ പറയണം, ഒരു നോമ്പ് കൊണ്ട് 70 വർഷം യാത്ര ചെയ്ത് എത്ര ദൂരം എത്തുമോ അത്ര അയാൾ ആ അകലത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നരകത്തിലേക്ക് വരാൻ 70 വർഷം എടുക്കുന്ന, തിരിച്ചു വരണമെങ്കിൽ 70 വർഷം എടുക്കും. അപ്പൊ 2 നോമ്പായാലാ, 3 നോമ്പായാലാ. അപ്പൊ ഒരു മാസത്തില് നമുക്ക് നോക്കും, തിങ്കളും വ്യാഴവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന നോമ്പാണ്. 13, 14, 15 ദിവസങ്ങൾ നമുക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ശീലമാക്കാൻ, പതിവായി കൊണ്ടു നടക്കാൻ കഴിയുന്ന കാര്യം. ഇത് രണ്ടും ഞാൻ ഖുതുബയുടെ വിഷയമായതുകൊണ്ട് പറയല്ല, ഈ പറയുന്ന വിഷയത്തോട് പരമാവധി നീതി പാലിക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ അതിന്റെ ഗൗരവത്തോടു കൂടി പറയാൻ നിർത്തം. അപ്പൊ ഈ സുന്നത്ത് നോമ്പുകൾ നമ്മൾ ശീലമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, മുർനി ബി അമലിൻ യുദ്ഖിലിനി ജന്ന. നബിയെ, ഒരു അമല് അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണം.
ആ അങ്ങ് പറയുന്ന അമൽ ഞാൻ ചെയ്താൽ ശീലമാക്കിയാൽ അതിന്റെ പേരിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. നബിയോട് പറയാണ്, ഒരു അമല എനിക്ക് പഠിപ്പിച്ചതാട്ടെ, ഞാൻ അത് ശീലമാക്കാം. പക്ഷെ ആ ശീലമാക്കിയാൽ അതുവഴി എനിക്ക് സ്വർഗം കിട്ടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞോ, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദല ലഹു. നീ നോമ്പ് പതിവാക്കിക്കോ. നോമ്പിനെ പോലെ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ഇബാദത്തില്ല എന്നർത്ഥം. നോമ്പ് നോറ്റോ അയാൾക്ക് മാത്രമാണ് ബദലായി സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞത്. നോമ്പുകാരനാണ് പകരം സ്വർഗം എന്ന് പറഞ്ഞത് നോമ്പിനെ കൂട്ടി. അപ്പൊ നബി പറഞ്ഞു, നോമ്പിനെ പോലെ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ഇബാദത്ത് ഇല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കേണ്ട ഒരു ഐച്ഛികമായ പുണ്യകർമ്മമാണ് സുന്നത്ത് നോമ്പുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി ബിസലാസ്, എന്നോട് എൻ്റെ ഖലീൽ, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്നോട് 3 വസിയത്ത് തന്നി. ആ വസിയത്ത് ലാ അദഉഹുന്ന ഹത്താ അമൂത്, ഞാൻ മരിക്കുന്നത് വരേക്കും ആ 3 വസിയത്തും ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്നാണ്. അതിൽ ഒരു വസിയത്ത് എന്താണെന്നറിയോ, സൗമി സലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പനുഷ്ഠിക്കണം എന്നതാണ്. നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം സഹചാരി, നബി ഏറെ ഇഷ്ടപ്പെട്ടത് ഒരു സഹാബി, ധാരാളം ഹദീസുകൾ നബിനെ റിപ്പോർട്ട് ചെയ്ത സഹാബി. അദ്ദേഹത്തോട് നബി കൊടുത്ത വസിയത്ത്, അബൂ ഹുറൈറ, ഞാൻ നിനക്കൊരു വസിയത്ത് തരാം, നീ അത് പാലിക്കണം കേട്ടോ. ഏതാ? അതിൽ ഒന്ന് എന്താണെന്നറിയോ, എല്ലാ അറബി മാസത്തിലെ 3 ദിവസം നീ നോമ്പനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അതേപോലെ ഞാൻ മരിക്കുന്നവരേക്കും അത് ഉപേക്ഷിക്കുകയില്ല എന്നാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നബിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അതാണ്. നോക്കൂ, ഇത് നമ്മളോട് സങ്കല്പിക്കാം. പ്രവാചകൻ എന്നോട് പറയുന്നത് എനിക്ക് ഫീൽ ആവണം, നമുക്ക് അനുഭവപ്പെടണം. എന്നോടാണ് ഈ പറയുന്നത്. എൻ്റെ ഹബീബ് എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്ക് നിനക്ക് തരാനുള്ള ഉപദേശം എന്താണ്? ഈ നോമ്പ് നീ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കേണ്ട 2 ഐച്ഛികമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഒന്നെന്താ, ജീവിതത്തിലെ നന്മകൾ പതിവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും നല്ല സമയങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റുന്നുണ്ടോന്നാണ്. അതെങ്ങനെയാണ്? ഒരുപാട് നല്ല സമയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാത്രിയുടെ അവസാന സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു ദുആഇൻ അസ്മഅ, നബി സല്ലല്ലാഹു അലൈഹി നബിയെ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയം ഏതാണ്? അപ്പൊ നബി ചോദിച്ചു, അതിനെന്താ സംശയം? ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന സമയം. എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചാൽ ചോദിച്ചാൽ കിട്ടുമെന്ന് ഒരു നിലക്കും സംശയമില്ലാത്ത ഒരു ഏക സമയതാണ് രാത്രിയുടെ സമയം. അപ്പൊ ചോദിച്ചു, എന്താണ് രാത്രിയുടെ ആ സമയത്തിന് പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ റബ്ബുന തബാറക വ തആല, അല്ലാഹ് ഇറങ്ങി വരുന്ന സമയമാണ്. അല്ലാഹ് ഇറങ്ങി വരുന്ന സമയമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കാണുന്ന വാനലോകത്തേക്ക് ഇറങ്ങി വരുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയത്ത്, ആ സമയം ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അയാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ എന്ന് പറയുന്നത്. ഞാൻ 3ാമത് സംഗതി കൂടി ചേർത്ത് പറയാം. 3ാമത് സംഗതി എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ രാത്രി അന്ത്യസമയത്ത് അള്ളാഹു നമ്മുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നമ്മളവിടെ ഉണ്ടാകും. എന്തുകൊണ്ട് ഉണ്ടാകാൻ പറ്റി? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. നോക്കി, ഈ അവസരങ്ങളും ഈ സമയങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് നമ്മൾ തിരിച്ചറിയണം? അള്ളാഹു ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് കയറി പറ്റാൻ പറ്റിയിട്ടില്ല. അതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏറ്റവും നല്ല സമയങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹു സാന്നിധ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കും, അള്ളാഹ് ഇറങ്ങി വരുന്ന സമയത്ത്, പ്രപഞ്ചനാഥൻ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സാന്നിധ്യം അവിടെ ഇല്ല. ഇതിനേക്കാൾ വലിയ ഹതഭാഗ്യരുണ്ടോ? അള്ളാഹ് ഇറങ്ങി ചോദിക്കാണ്, മയസ്അലുനി, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഫഉഅതിയഹു, ഞാൻ നൽകാം.
ആരെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തുന്ന ഫഅഗ്ഫിറ ലഹു, ഞാൻ പുറത്തു തരാം. ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന ഫസ്തജീബ ലഹു, ഞാൻ ഉത്തരം തരാം. നോക്കൂ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട നമ്മൾ അവിടെ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അതിനുള്ള തൗഫീക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരുപാട് സമയം, ഒന്ന് രാത്രിയുടെ അവസാന സമയമാണ്, ആ സമയത്ത് നമ്മുടെ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് അത്തരം സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിന് ഏറ്റവും വലിയ അടയാളമായി. അതുകൊണ്ട് അല്ലാഹു എവിടെയാണോ നമ്മുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നത് അവിടെ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ സാന്നിധ്യം അവിടെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന സന്ദർഭം ഉണ്ടാകുകയും ചെയ്യരുത്. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഒരു വിശ്വാസിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നല്ല പറഞ്ഞ, അത്തരം രംഗങ്ങളിൽ അള്ളാഹു നമ്മളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഉണ്ടാവുകയും ചെയ്യരുത്. അതിനാണ് തഖ്വ എന്ന് പറയാം. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനും വളരുവാനും സാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുകയും അതുവഴി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന വിശദീകരണം. അതുകൊണ്ട് 3 സംഗതികൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കാം. ചെയ്യുന്ന കർമ്മങ്ങൾ, ഇപ്പൊ രാത്രി നിസ്കാരം 11 തന്നെ എന്നും നിസ്കരിക്കും. ഒരാള് 3 അല്ലെങ്കിൽ 5 അയാൾ അത്ര നിസ്കരിക്കുള്ളൂ, പക്ഷെ എന്നും നിസ്കരിക്കും. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഒരാൾ എല്ലാ ദിവസവും 1 പേജ് ഓതും, അയാൾക്ക് അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. അയാൾ എത്ര തിരക്കുണ്ടെങ്കിലും ശരി 1 പേജ് ഓതും, അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. ഒരാൾ എല്ലാ തിങ്കളാഴ്ച നോമ്പ് പിടിക്കും മാസത്തിൽ, അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം. കാരണം അയാൾ പതിവായി കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശീലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. ഇതും നമ്മുടെ ശീലമായി മാറി നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിൽ നാം ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവർ ലിസ്റ്റ് നമുക്കും കയറിപ്പറ്റാൻ സാധിച്ചാൽ അതുവഴി നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാണ്. അതുകൊണ്ട് അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയുന്നത് പോലെ നമ്മൾ വലിയ പ്രയാസത്തിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഈ ആഴ്ചയിൽ കടന്നു പോകുന്നത്. കാശ്മീരിൽ നടന്ന മനുഷ്യത്വരഹിതമായ, മനസാക്ഷിക്ക് വിരുദ്ധമായി നടന്ന, തികച്ചും നിരപരാധികളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരു ഭീകരാക്രമണം. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന സംഗതിയാണ്. അങ്ങനെ സംഭവിച്ചു. ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ രാജ്യത്തലവന്മാരും അതിനെ അപലപിക്കുകയും ഇന്ത്യക്ക് ഒപ്പം നിൽക്കുകയും ചെയ്ത ഒരു ചരിത്രവും ആണ് നമ്മൾ കണ്ടിട്ടുള്ളതും ഇന്ന് നടക്കുന്നതും അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതിയിൽ ഒന്ന്, ഇത് നടത്തുന്ന ആളുകൾ അവർ എന്തിൻ്റെ പേരിലായാലും ശരി, ഈ പറഞ്ഞ മാനുഷികമായ ഏതെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ, ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. കാരണം എന്താണ്? ഈ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളും ഇവരുടെ ആക്രമണത്തിന് ഇരയാകേണ്ടവരല്ല. അതാണ് വിഷയം. അവർ തികച്ചും നിരപരാധികളാണ്. അപ്പൊ എന്ത് ന്യായത്തിന്റെ പേരിലാണ് നിരപരാധികളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഒരു കാരണത്താലും ആരും ആരെയും അനുവദിക്കുന്നില്ല. അത് ന്യായീകരിക്കുവാനും ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഒരു സാമുദായിക ധ്രുവീകരണം ഇതുമൂലം നടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയാനകമായ വിഷയം. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും മറ്റുള്ളവരും എല്ലാം മഹാഭൂരിഭാഗം ആളുകളും വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷെ ആ സാമുദായിക ഐക്യത്തിന് തകർച്ച സംഭവിക്കും
ഇതുമൂലം എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടേണ്ട സംഗതി. അതിനേക്കാൾ ഉപരി എന്താണെന്നറിയുമോ, ഇത് എവിടെയൊക്കെ നടന്നാലും ശരി അതിൻ്റെ ഒക്കെ മുന്നിൽ പ്രതിക്കൂട്ടിലാക്കുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്രയാസമുള്ളത്. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടത്. പക്ഷെ ഇവരൊന്നും ഏതെങ്കിലും മതത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണെന്ന് പറയാൻ നമുക്കാവില്ല. ഇവര് മതത്തിന്റെ അനുയായികളുമല്ല, മതവിശ്വാസികളുമല്ല, ഒരു മതവും അത് പറയുന്നുമില്ല. പിന്നെ എങ്ങനെ മതത്തിന്റെ പേര്? മാത്രം ആലോചിച്ച് നോക്കാം, ഈ നടക്കുന്ന ഭീകരാക്രമണത്തിന്റെ പേരിൽ നടന്നു കഴിഞ്ഞ ഏതെങ്കിലും മുഖ്യധാര ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു മതസംഘടന ഏറ്റെടുക്കാറുണ്ടോ? ഇല്ലല്ലോ. ഒരു ഔദ്യോഗികമായ മുഖ്യധാര ഏതെങ്കിലും ഒരു ഏത് മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങളാണെന്ന് അവകാശപ്പെടാതെ ഏറ്റെടുക്കാറില്ലല്ലോ. അപ്പൊ അതൊന്നും അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുകയില്ല. മതത്തിന്റെ ഓരം പറ്റി മതത്തെ ചൂഷണം ചെയ്യുന്ന ചില ആളുകൾ ചെയ്യുന്ന അപക്വമതികളും വികാരജീവികളുമായ ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾക്ക് ഇരയാകേണ്ടി വരിക നിരപരാധികളാണ് നമ്മൾ തിരിച്ചറിയേണ്ട സംഗതിയാണ്. അതുകൊണ്ട് മതം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഒക്കെ ഉണ്ട്. ഇതിന്റെ ഒരുപാട് അപകടങ്ങളുണ്ടാവും. മതത്തെ തെറ്റിദ്ധരിക്കും, മതം എന്ന് പറഞ്ഞാൽ ഇതാണെന്നും മതം ഇതാണ് പഠിപ്പിക്കുന്നതും എന്നൊക്കെ വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എത്ര വലിയ അപകടമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമുക്കിടയിൽ മുസ്ലിങ്ങളെ ദേശവിരുദ്ധർ വരെ ആക്കുന്ന രൂപത്തിലേക്കുള്ള സംസാരങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ നടക്കും എന്നുള്ളതാണ്. പിന്നെ എന്ത് നേട്ടം ഇതുകൊണ്ടൊക്കെ കിട്ടാം? ഏതിന്റെ പേരിലാണ്? അപ്പൊ നമുക്ക് അതുമായി ഒരു ബന്ധവുമില്ല. ഇത് പറയേണ്ടി വരുന്ന ആകെ അധോഗതി നമുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടുകൂടി ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ഭരണകൂടത്തോടും ഭരണ നേതാക്കന്മാരോടും നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെ നമുക്ക് ഉത്തരം കിട്ടേണ്ട ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം ലഭിച്ചില്ലെങ്കിലും ശരി, ആ ചോദ്യങ്ങൾ എന്നും ചോദ്യങ്ങളായി നിലനിൽക്കുമെന്നും കൂടി ഈ ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും ഭരണ സംവിധാനങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം രാജ്യത്തിന്റെ ഐക്യമൊക്കെ നിലനിർത്താൻ. അതുപോലെ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും നമ്മുടെ രാജ്യത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി ആശുപത്രിയിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്ന സഹോദരന്മാർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا بالكتاب والسنة ومتنا مع الإيمان والتوبة. رب